വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആധുനിക ഇന്ത്യ ചരിത്ര പഠിക്കണേ. ആധുനിക ഇന്ത്യ ചരിത്രം 1857 റിവോൾട്ട് തുടങ്ങിയിട്ടുള്ള കുറേയധികം ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു തീർത്തു. ഇനി ഒരു ടോപ്പിക്കും കൂടിയാണ് അതിൽ ബാക്കിയുള്ളത്. അതായത് കമ്പനി ബോർഡ് LGSൽ പറയുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നുള്ളതാണ്. ഇപ്പൊ ഭരണ സംവിധാനം പഠിച്ചു നമ്മൾ, ഗവർണർ ജനറൽമാര്, വൈസ്രോയിമാര്, 1857 റിവോൾട്ട് പഠിച്ചു. അതുപോലെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ പഠിച്ചു, സ്വാതന്ത്ര്യം നേടുന്ന വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു, അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടുള്ള സമരങ്ങളെ കുറിച്ച് അല്ലെ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, അങ്ങനെ PSCയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ LGSനുള്ളത് നമ്മൾ കംപ്ലീറ്റഡ് ആക്കി. ഇനിയുള്ളത് നമുക്ക് എന്താണ്? സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് മൂന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളെയാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ദാദാബായ് നവറോജിയെ കുറിച്ചാണ്. ഇപ്പോ ദാദാഭായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കണേ. അദ്ദേഹത്തെ കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നവറോജിയെ കുറിച്ച് നമ്മളിപ്പോ മോഡേൺ ഇന്ത്യ പഠിച്ചപ്പോൾ പല കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് പല ഭാഗങ്ങളിലായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പഠിക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ ഉൾപ്പെടുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ദാദാഭായ് നവറോജിയെ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാഭായ് നവറോജി അല്ലെ. എന്ത് വിളിക്കുന്നു അദ്ദേഹത്തെ? ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നൽകിയ വ്യക്തി എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നമ്മൾ പഠിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നൽകിയ വ്യക്തി. ഇനി അടുത്തത് ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ അതുപോലെ തന്നെ, അതായത് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ പൊളിറ്റിക്സിന്റെ, ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ അഥവാ അതുപോലെ പൊളിറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരെന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ ഇക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് ഇദ്ദേഹമാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ദാദാഭായ് നവറോജിയെ കുറിച്ചാ പറയാം. അപ്പോ ദാദാഭായ് നവറോജി സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്, അല്ലെങ്കിൽ ഏത് പ്രസിദ്ധീകരണത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പരാമർശിച്ചത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ട് ഡെപ്സു ഇന്ത്യ. ഇംഗ്ലണ്ട് ഡെപ്സ് കേട്ടോ, ഡെപ്റ്റ് പറഞ്ഞ DEBT, അത് ഇംഗ്ലീഷിൽ എഴുതാം ഞാൻ. ഇംഗ്ലണ്ട് ഡെപ്സ് ടു ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് ആര് പരാമർശിച്ചത്? നമ്മുടെ ദാദാഭായ് നവറോജി. അതുപോലെ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയതും ആരെന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്, നവറോജി തന്നെയാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേര് നൽകി എന്നുള്ള പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയും ആരെന്നെയാണ്? ദാദാഭായ് നവറോജി തന്നെയാണ്. ഇനി അടുത്തത് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. എത്രയോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം പോലെ തന്നെ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവും ആര് തന്നെയാണ്? ഇദ്ദേഹം തന്നെയാണ്. ഇനി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അദ്ദേഹം. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് എന്താ പറയുന്നത്? ഇദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പത്രങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ. അപ്പോ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലണ്ട് ഡെപ്സ് ടു ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ്
പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇനി അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ രസ്ത് ഗോഫ്താർ. എന്താണ്? റാസ്ത് ഗോഫ്താർ. റാസ്ത് ഗോഫ്താർ. ക്ലിയർ ആയില്ലേ? റാസ്ത് ഗോഫ്താർ. ഇനി അടുത്തത്, ഇദ്ദേഹം വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താരംഭിച്ചു? ഒരു സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനം ആരംഭിച്ചു. അതിന്റെ പേരാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഗ്യാൻ പ്രസാരക് മണ്ഡലി. ഗ്യാൻ പ്രസാരക് മണ്ഡലി. അപ്പൊ വിദ്യാഭ്യാസം എന്താണ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നവറോജി ആരംഭിച്ച പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. അപ്പൊ ദാദാഭായ് നവറോജി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയ വ്യക്തി, ഇന്ത്യൻ ഇക്കണോമിക്സിന്റെയും പൊളിറ്റിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം, അതുപോലെ തന്നെ മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം എന്നിവ അദ്ദേഹം ആവിഷ്കരിച്ചു. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലണ്ട് ഡെബ്സ് ടു ഇന്ത്യ എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയതും ഇദ്ദേഹമാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരനും നവറോജിയാണ്. അദ്ദേഹത്തിന്റെ പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ, രസ്ത് ഗോഫ്താർ തുടങ്ങിയവ. അദ്ദേഹം വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാൻ ആരംഭിച്ച പത്രമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി. എന്താണ്? ഗ്യാൻ പ്രസാരക് മണ്ഡലി. അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ, ഇന്ത്യയുടെ വന്ധ്യവയോധികനാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ച പ്രശസ്തരായിട്ടുള്ള വ്യക്തികളിൽ ഒരാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേര് നൽകിയ വ്യക്തിയും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ഇക്കണോമിക്സിന്റെ പിതാവാണ് നവറോജി. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവാണ് നവറോജി. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് നവറോജിയാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലണ്ട് ഡെബ്സ് ടു ഇന്ത്യ എന്ന പ്രസിദ്ധീകരണത്തിലാണ്. ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം നവറോജിയുടെയാണ്. മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഏഷ്യക്കാരൻ നവറോജിയാണ്. നവറോജിയുടെ പത്രങ്ങളാണ് വോയിസ് ഓഫ് ഇന്ത്യ, റാസ്ത് ഗോഫ്താർ തുടങ്ങിയവ. നവറോജി വിദ്യാഭ്യാസത്തിന് വേണ്ടി ആരംഭിച്ച ഒരു സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്നറിയപ്പെടുന്നത്. അപ്പൊ ദാദാഭായ് നവറോജി കഴിഞ്ഞു. അടുത്ത ആളെ നമ്മൾ പഠിക്കാം. അടുത്ത ആളുടെ പേര് ഫിറോസ് ഷാ മേത്ത എന്നാണ്. ആരാണ്? ഫിറോസ് ഷാ മേത്ത. അപ്പൊ ഫിറോസ് ഷാ മേത്തയെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളൂ. ഫിറോസ് ഷാ മേത്തയെ ബോംബെ സിംഹം എന്ന് വിളിക്കുന്നുണ്ട് അത്ര. അപ്പൊ ബോംബെ സിംഹം എന്നറിയപ്പെടുന്ന വ്യക്തി ഫിറോസ് ഷാ മേത്തയാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് പത്രം ഏതാണ്? ഫിറോസ് ഷാ മേത്തയുടെ ബോംബെ ക്രോണിക്കിൾ ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബോംബെ സിംഹമാണ് ഇദ്ദേഹം. ബോംബെ ക്രോണിക്കിൾ എന്ന് പറയുന്ന പത്രം ഇറക്കിയതും ആര് തന്നെയാണ്? ഫിറോസ് ഷാ മേത്ത തന്നെയാണ് എന്ന് ഓർത്തു വയ്ക്കാം. ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഒരു ബാങ്ക് ഉണ്ട്. അദ്ദേഹം മുൻകൈയെടുത്ത് സ്ഥാപിച്ച ബാങ്കിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അപ്പൊ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫിറോസ് ഷാ മേത്ത മുൻകൈയെടുത്ത് ആരംഭിച്ച ബാങ്കാണ്. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്, ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ ഫിറോസ് ഷാ മേത്ത ബോംബെ സിംഹം എന്നറിയപ്പെടുന്നു. അദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് ബോംബെ ക്രോണിക്കിൾ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. എവിടെയാണ്? മുംബൈയിലാണ്. അടുത്തത് സുരേന്ദ്രനാഥ ബാനർജി. അടുത്ത ആളാണ് സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ സുരേന്ദ്രനാഥ ബാനർജിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന്, അദ്ദേഹത്തെ വിളിക്കുന്നത് രാഷ്ട്രഗുരു എന്നാണ്. അപ്പൊ രാഷ്ട്രഗുരു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നമ്മുടെ എന്താ പറയുന്ന ഇന്ത്യയുടെ നമ്മുടെ എന്താ പറയാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായില്ലേ? അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് INCക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംഘടനയുടെ പേരാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞു. ഇന്ത്യൻ അസോസിയേഷൻ. INC പറഞ്ഞപ്പോ നമ്മൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് സുരേന്ദ്രനാഥ ബാനർജി നേതൃത്വം നൽകിയ സംഘടനയാണ്. എന്താന്ന് മനസ്സിലാക്കുക നിങ്ങൾ? ഇന്ത്യൻ അസോസിയേഷൻ എന്ന് മനസ്സിലാക്കാം. ഇനി അദ്ദേഹത്തിന് പ്രസിദ്ധമായ
പ്രസിദ്ധമായിട്ടുള്ള പത്രം നിങ്ങൾ പറഞ്ഞേ. അദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേരാണ് ബംഗാളി. ഭാഷയല്ല കേട്ടോ, ഒരു പത്രത്തിന്റെ പേരാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം. എന്താണ്? ബംഗാളി. അപ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന INCക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംഘടനയുടെ സ്ഥാപകൻ സുരേന്ദ്രനാഥ് ബാനർജിയാണ്. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള പത്രമാണ് എന്ത്? ബംഗാളി. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്താന്ന് പഠിക്കൂ. ഇദ്ദേഹത്തിന്റെ ആത്മകഥ എ നാഷൻ ഇൻ മേക്കിംഗ് എന്നുള്ളതാണ്. എ നാഷൻ ഇൻ മേക്കിംഗ്. എ നാഷൻ ഇൻ മേക്കിംഗ് എന്നത് സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആത്മകഥയാണ്. എ നാഷൻ ഇൻ മേക്കിംഗ്. ക്ലിയർ ആയില്ലേ? എ നാഷൻ ഇൻ മേക്കിംഗ്. അതുപോലെ തന്നെ പൂനെയിലും അതുപോലെ അഹമ്മദാബാദിലും, ഗുജറാത്തിലെ അഹമ്മദാബാദിലൊക്കെ നടന്നിട്ടുള്ള എന്താണ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ സുരേന്ദ്രനാഥ് ബാനർജി. അപ്പൊ ഇന്ത്യൻ നാഷണൽ ഇദ്ദേഹം വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിക്കുകയുണ്ടായി. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ 1876 സ്ഥാപിച്ചു. ഇത്രയാണ് സുരേന്ദ്രനാഥ ബാനർജിയെ കുറിച്ച് പഠിക്കാനുള്ളത്. സുരേന്ദ്രനാഥ ബാനർജി രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന സംഘടനയായ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകനാണ്. അദ്ദേഹം ആരംഭിച്ച പത്രം ബംഗാളിയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എ നാഷൻ ഇൻ മേക്കിംഗ് എന്നുള്ളതാണ്. അതുപോലെ പൂനെയിലും അഹമ്മദാബാദിലും ഒക്കെ പൂനെയിൽ നടന്നിട്ടുള്ളത് 1895 മീറ്റിംഗ് ആണ് INCയുടെ. അതുപോലെ തന്നെ അഹമ്മദാബാദിലെ 1902 ഈ രണ്ട് സമ്മേളനങ്ങളിലും സുരേന്ദ്രനാഥ് ബാനർജി ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് മനസ്സിലാക്കാം. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന 1876 ആരംഭിച്ചതും സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇപ്പൊ ബോംബെ സിംഹം എന്നറിയപ്പെടുന്നു ഫിറോസ് ഷാ മേത്ത. രാഷ്ട്രഗുരു എന്നറിയപ്പെടുന്നു സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു ദാദാഭായ് നവറോജി. അല്ലെ? ഇനി അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? നവറോജിയുടെ പത്രങ്ങൾ വോയിസ് ഓഫ് ഇന്ത്യ, രാസ്ത് ഗോഫ്താർ തുടങ്ങിയവയാണെങ്കിൽ നമ്മുടെ ഫിറോസ് ഷാ മേത്തയുടെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് ബോംബെ ക്രോണിക്കിൾ. അതുപോലെ സുരേന്ദ്രനാഥ് ബാനർജിയുടെ പത്രമാണ് ബംഗാളി എന്ന് പറയുന്ന പത്രം. അല്ലെ? നവറോജിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. സുരേന്ദ്രനാഥ് ബാനർജിയുടെ ആത്മകഥയാണ് എ നാഷൻ ഇൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ഫിറോസ് ഷാ മേത്തയാണ്. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്തത് ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് എന്താ പറഞ്ഞത് നമ്മള്? ദാദാഭായ് നവറോജിയുടെ എന്താ പറയാ കുറച്ച് വിശേഷണങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് അദ്ദേഹം ആരംഭിച്ച കുറച്ച് എന്താ പറയാ സിദ്ധാന്തങ്ങൾ അല്ലെ? മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം, അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം. ഇതൊക്കെ തന്നെ ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹമാണ് ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനയാണ് ഗ്യാൻ പ്രസാരക് മണ്ഡലി എന്ന് പറയുന്നത്. ഫിറോസ് ഷാ മേത്തയുടെ പ്രതിമ മുംബൈയിലാണ്. അല്ലെ? ഇനി എന്താ പറയണത്? പൂനെയിലും അഹമ്മദാബാദിലും ഒക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് സുരേന്ദ്രനാഥ് ബാനർജി. ഞാനൊന്ന് കൂട്ടിക്കലർത്തി പറഞ്ഞു എന്നുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ പഠിക്കുമ്പോഴേ നമ്മളത് കൃത്യമായിട്ട് പഠിക്കുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്ന് അപ്പോൾ നമ്മൾ 3 സ്വാതന്ത്ര്യ സമര സേനാനികൾ, കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ട്, അതുപോലെ തന്നെ അതിൽ കുറച്ച് ലേഡീസും ഉണ്ട്. ഇവരെ കുറിച്ച് പഠിച്ചു കഴിയുന്നതോടുകൂടി മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ നടത്തുകയും കൂടെ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നന്നായി പഠിക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.